നിക്ക് മക്കളെ പറയട്ടെ. അപ്പം നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നത് സൈലബാനാണ് കേട്ടോ മക്കളെ. അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. അങ്ങനെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങലാണ്, പക്ഷേ ഇന്ന് നമ്മളത് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വെച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളെ പിസ്തൻ്റെ ക്രീമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പിസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാലെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എന്താ പറയുക, പിസ്ത ഒന്ന് വറുത്തെടുത്ത് അത് നല്ലോണം അരച്ച് പൊടിച്ചെടുത്ത് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് അങ്ങനെയാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ ആ ക്രീം നമ്മൾ ഒരു ബോട്ടിലേക്ക് മാറ്റി വെച്ച് കേട്ടോ. ഇനി നമ്മളെ അടുത്ത പണിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ച് പാലൊഴിച്ചിട്ട് പിന്നെ ഇതിലേക്കൊരു ക്രീം വേണം. ആ ഒരു ക്രീം ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് പാല്, പിന്നെ കോൺഫ്ലോർ, പിന്നെ പഞ്ചസാര, ഇതെല്ലാം ഇട്ടിട്ടാണ് അത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതൊന്ന് കുറുക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അത് ആക്കിയെടുത്തത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനൊരു പാത്രം വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ലെയർ സ്പെഞ്ചാണ് വരുന്നത്. അപ്പോൾ കേക്കിൻ്റെ സ്പെഞ്ച് ചുടുന്ന ഇത് നമ്മളിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ സ്പെഞ്ചൊക്കെ റെഡിയാക്കി എടുത്ത് അതിനിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ തന്നെ വരുന്നത് ഇതിൽ പിന്നെ ഇതിൻ്റെ ക്രീമാണ് വരുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് സ്പഞ്ചാണ് വരുന്നത്. അങ്ങനെ ഓരോ ലെയറായിട്ടാണ് കേട്ടോ വരുന്നത്. അതായത് ഈ ക്രീം എന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലോർ പാലിൽ കുറുക്കിയെടുത്ത ആ ഒരു ക്രീമാണ് കേട്ടോ. അതൊന്ന് ലെവലാക്കി ഇനി അതിന് മേലേക്ക് നമ്മൾ അതിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കണം. സ്പഞ്ച് വെച്ചിട്ട് സ്പഞ്ച് നല്ലോണം ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്കാണ് നമുക്ക് സ്പഞ്ച് വെക്കേണ്ടത്. സ്പഞ്ച് വെച്ചതിന് ശേഷം ഈ ക്രീം ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ സ്പഞ്ച് വെക്കുക. പിന്നെ പാലിൽ കുറച്ച് എന്താ പറയുക മിൽക്ക് മെയ്ഡൊക്കെ മിക്സ് ആക്കിയിട്ട് അതുകൊണ്ടതൊന്ന് ഇതിൽ ഈ സ്പഞ്ച് ലേശം കട്ടി കൂടുതലായി പോയിട്ടുണ്ട്. ഇത്ര കട്ടി വേണ്ട കേട്ടോ. ഇതിൻ്റെ പകുതി മതി കേട്ടോ സ്പഞ്ച്. എന്നിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് എന്താ പറയുക കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിലേക്ക് കുറച്ച് പഞ്ചസാര മിക്സോ അല്ലെങ്കിൽ പിന്നെ മിൽക്ക് മെയ്ഡോ ഒഴിച്ചൊന്ന് മിക്സാക്കി അത് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ ഒരു ലെയർ ക്രീമാണ്, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ മേലെ ഈ ക്രീമാണ് വേണ്ടിയത്. അതൊരു ലെയർ നമ്മൾ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ടാണ് അടുത്ത നമ്മളെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ക്രീം നിങ്ങൾക്ക് കൂടുതൽ വേണേൽ കൂടുതലാക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചാക്കാം കേട്ടോ. എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ അതൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇനി മക്കളെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ബർമസില്ലേ അതൊന്ന് ഇതിൻ്റെ മേലെ അങ്ങനെ വെതറി കൊടുക്കുക കേട്ടോ. ഇതാണല്ലോ ഇതിൻ്റെ മെയിൻ ഒരു എന്താ പറയുക താരം എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ ഇത് വാങ്ങുമ്പോൾ നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാൻ നോക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്തത് അല്ലാത്തത് വാങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മളെ കലാപരിപാടികൾ. അതായത് നമ്മളെ എന്താ പറയുക ന്യൂട്രല്ല ഒരു ഭാഗത്ത് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ ആ ക്രീമും വേണം ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലും ഒന്നുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്താ പറയുക പിസ്തൻ്റെ ഇത് ഓരോ ഭാഗത്തിങ്ങനെ ആ ബർമസെല്ലില്ലേ അത് ഒന്ന് കുഴച്ചും കുറച്ചൊന്ന് അടിയിൽ വെച്ചാൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ക്രീം ഇനി മറ്റേ ഭാഗത്തും വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളെടുത്ത് എന്തെങ്കിലും നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇമ്മൽ വെതറി കൊടുത്താൽ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ കാണാൻ. ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ.
നമ്മൾ വാങ്ങുന്ന ഈ ഒരു സാധനത്തിന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റുള്ള ഒരു ഇത് തന്നെയാണ്. മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാലാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിനോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ, ഉണ്ടാക്കി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിലും എവിടെയൊക്കെയോ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് സംഭവം. പിന്നെ ഓരുണ്ടാക്കുന്നത് വെച്ചാൽ അതൊക്കെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണല്ലോ. പിസ്ത ക്രീമാണെങ്കിലും പിന്നെ ന്യൂട്രലാണെങ്കിലും നല്ല എന്താ പറയുക, നല്ല കമ്പനീൻ്റെ സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ വില കൂടുതലുള്ള, അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് മാറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള സംഭവം തന്നെയാണ്. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മക്കളെ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ.